ബി.ജെ.പി. ഭരണത്തിനെതിരെ യു.ഡി.എഫും എൽ.ഡി.എഫും കൈകോർക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിനൊരുങ്ങി യു.ഡി.എഫ് കൗൺസിലർ. കാപ്പ കേസിൽ ഉൾപ്പെട്ട ബി.ജെ.പി. കൗൺസിലർ പുനർസത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ഭരണം നഷ്ടമാകും. പ്രതിസന്ധി മറികടക്കാൻ നീക്കങ്ങളുമായി ബി.ജെ.പി. നേതൃത്വം. ആറുമാസം പ്രായമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം തുലാസിൽ. ഇതോടെ ഭരണം നിലനിർത്തൽ ബി.ജെ.പി. നേതൃത്വത്തിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. 101 അംഗങ്ങളുള്ള നഗരസഭയിൽ 50 പേരാണ് ബി.ജെ.പിക്കുള്ളത്. കണ്ണമ്പൂലിയിൽ നിന്നുള്ള സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയിലാണ് ബി.ജെ.പി. കോർപ്പറേഷൻ ഭരിക്കുന്നത്. ബി.ജെ.പി. നേതാവ് വി രാജേഷാണ്. തിരുവനന്തപുരം മേയർ ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. ഓഫീസിൽ നടന്ന സംഘർഷത്തിൽ ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ബി.ജെ.പി. വാഴോട്ടുകോണത്തെ കൗൺസിലർ ആർ സുഗതൻ വധശ്രമ കേസിൽ കാപ്പ ചുമത്തി ജയിലിലാണ്. ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയതോടെയാണ് കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് വെല്ലുവിളിയായത്. ധൃതി പിടിച്ച് കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും ജയിലിൽ കഴിയുന്ന കാപ്പ കേസ് പ്രതി സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. കോടതി അസാധുവാക്കിയതിനാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും ആവശ്യം. തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. സുഗതന് സത്യപ്രതിജ്ഞയ്ക്ക് കോടതി അവസരം നൽകാതിരിക്കുകയോ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനെ കോടതി നിർദ്ദേശിക്കുകയോ ചെയ്താൽ ബി.ജെ.പി. പ്രതിസന്ധിയിലാകും. ഇതിനിടയിലാണ് ഭരണം അട്ടിമറിക്കാനുള്ള നീക്കവുമായി യു.ഡി.എഫ് രംഗത്ത് വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണത്തിന് കടുത്ത ഭീഷണി ഉയർത്തി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു.ഡി.എഫ് നീക്കം. പ്രമേയത്തെ എൽ.ഡി.എഫ് പിന്തുണച്ചാൽ കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകുന്ന സാഹചര്യം സംജാതമാകും. കൗൺസിൽ യോഗം ചേരാനിരിക്കെയാണ് തലസ്ഥാന നഗരിയിൽ രാഷ്ട്രീയ നാടകങ്ങൾ മുറുകുന്നത്. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളെന്നുമാണ് ബി.ജെ.പിയുടെ ആരോപണം. നേരത്തെ കൗൺസിൽ യോഗം നീട്ടിവെക്കുന്നതിനെതിരെ യു.ഡി.എഫും എൽ.ഡി.എഫും ശക്തമായ വിമർശനം ഉയർത്തിയതിനെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത്. ബി.ജെ.പി. കൗൺസിലറായ ആർ സുഗതൻ നിലവിൽ കാപ്പ കേസിൽ ജയിലിലാണ്. സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഉടനടി നീക്കണമെന്നാണ് എൽ.ഡി.എഫും യു.ഡി.എഫും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതേ ചൊല്ലി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ എൽ.ഡി.എഫ് നടത്തിയ പ്രതിഷേധം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. സുഗതനെതിരെ കാപ്പ ചുമത്തിയ നടപടിക്ക് ആഭ്യന്തര സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജയിലിലായ കൗൺസിലർ സുഗതന്റെ മുൻപത്തെ സത്യപ്രതിജ്ഞ അസാധുവായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കാപ്പ ചുമത്തിയതിൽ ഇളവ് തേടി സുഗതൻ കാപ്പ ബോർഡിനെയും സമീപിക്കും. ജയിലിൽ കിടക്കുന്ന വ്യക്തിയുടെ പുനർസത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരും വിഷയത്തിൽ അടിയന്തര നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന കൗൺസിൽ യോഗവും എൽ.ഡി.എഫിന്റെ നിലപാടും ബി.ജെ.പി. ഭരണത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ബി.ജെ.പി. ഭരിക്കുന്ന കോർപ്പറേഷൻ ഓഫീസ് ഇപ്പോഴും സംഘർഷാവസ്ഥയിലാണ്. നിയമം ലംഘിച്ച് ഭരണം നിലനിർത്താനുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തുന്നതെന്ന ആരോപണം വളരെ ശക്തമാണ്. ഈ ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയവുമായി യു.ഡി.എഫും എൽ.ഡി.എഫും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നാൽ ബി.ജെ.പിക്ക് അത് തിരിച്ചടിയായി മാറും. അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള ബി.ജെ.പി. നേതൃത്വത്തിന്റെ തന്ത്രങ്ങൾ ഫലപ്രദമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.